അരുമയായി പിന്നിയ വാർമുടി തുമ്പിലങ്ങ് അരളിപ്പു ചൂടിയ പെൺകിടാവേ, തുടുതുടപ്പൂത്തൊരു പൊന്നിൻ കിനാവു പോൽ വയൽവക്കത്തെന്റെ നീ വന്നിടാത്തു. ഇത് രതീഷ് മാഷ്, നെയ്യാർഡാം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകൻ. ബാല്യവും കൗമാരവും അനാഥ മന്ദിരത്തിൽ ചെലവിട്ട് ജീവിതത്തിന്റെ പച്ചമണ്ണിൽ ചവിട്ടി നിന്ന മനുഷ്യൻ. സ്വപ്നങ്ങളൊക്കെയും അമ്മയും അച്ഛനും തമ്മിൽ പ്രണയത്തിലാകുന്നുണ്ട്. 3 മക്കളായതിനു ശേഷം ആ പ്രണയം നഷ്ടപ്പെട്ടു. പ്രണയം നഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ആ സമയത്ത് ഞങ്ങളെ 3 എടുത്ത് നെയ്യാറിൽ എറിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയൊരു കഥയുണ്ട്. പക്ഷെ അതിനുശേഷം ഈ ഡാം തന്നെയായിരുന്നു ഞങ്ങളെ ഉപജീവനത്തിന്റെയൊക്കെ വലിയ സാധ്യത. പുള്ളിക്കാരി ഞങ്ങൾ 3 ഇവിടെ ഇരുത്തിയിട്ട് നീന്തി അക്കരയ്ക്ക് പോകും. എന്തിനാ? ഈ വിറക് വെട്ടിക്കിട്ട് വരും. അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പം അതിന് നമ്മളെ സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാവുന്നല്ലോ. ഇതുകൊണ്ട് ജീവിക്കാൻ, ഈ 3 പിള്ളേരെയും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ആയപ്പോഴാണ് ഞങ്ങളെ 3 പേരെയും 3 അനാഥ മന്ദിരത്തിലൊക്കെ ആക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ പുള്ളിക്കാരി നടത്തിയത്. അത് ഞങ്ങളെ 3 പേരെയും 3 സ്ഥലത്തായിട്ടൊക്കെയാണ് അമ്മ ആക്കിയത്. എന്നെ കൊല്ലം CSI ബാലഭവൻ. ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് 4.5 വയസ്സേ ഉള്ളൂ. ഏകദേശം ഒരു 18 കൊല്ലം അവിടെ. ഓണവും ക്രിസ്മസൊക്കെ വരുമ്പോൾ രക്ഷകർത്താക്കൾ ആരെങ്കിലുമൊക്കെ വന്ന് എന്ത് ചെയ്യും, വിളിച്ചോണ്ട് പോകുമായിരുന്നു. എനിക്കാണെങ്കിൽ പോകാനുള്ള സാധ്യതയില്ല. ഞാൻ ആ വലിയ കെട്ടിടത്തിനകത്ത് കുടുങ്ങിപ്പോവും. അത് കാരണം ഈ ഓണത്തിന് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അവിടെയൊക്കെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാൻ അവർക്ക് വലിയ പ്രയാസമാണ്. ഒരു കുട്ടിയെ പോറ്റണമെങ്കിൽ സർക്കാരിൽ നിന്ന് വളരെ തുച്ഛമായ 75 രൂപ അന്ന്, ഒരു മാസത്തേക്ക് ഒരു കുട്ടിക്ക് 75 രൂപ അന്ന് കിട്ടുക. പിന്നെ ഈ KNH കിൻഡർനോട്ട് ഹിൽഫെ എന്ന് പറഞ്ഞ ജർമ്മനിയുടെ ഒരു സംഘടനയാണ്, അവരാ ഇതിനെ സഹായിക്കുക. അപ്പോൾ അവരുടെ മാസം അയച്ചു കൊടുക്കുന്ന തുക ഇതൊക്കെ ഉള്ളൂ. എനിക്കാണെങ്കിൽ കുറേ കാലം ഈ KNHന്റെ ആ സ്പോൺസർഷിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ നമ്പർ KNH 0326. ആ 326 എന്നെയൊക്കെ വിളിച്ചിരുന്നത്. ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ കണ്ണു നിറയാതിരിക്കാൻ അയാൾ കഥകൾ എഴുതി. 8ഓളം കഥാസമാഹാരങ്ങളിലായി നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി. പറഞ്ഞാൽ നുണയാണ്, എഴുതിയാൽ അത് കഥയാണ്. അനുഭവിച്ചവന് മാത്രമാണ് ഇത് ജീവിതമാകുന്നത്. എൻ്റെ ഒരു പോളിസി അനുസരിച്ച് കരഞ്ഞു പോകാതിരിക്കാൻ ഞാൻ കണ്ടെത്തുന്ന ചില സാധ്യതകളാണ് കഥകൾ. അല്ലാതെ എനിക്ക് കഥ എന്നെ സത്യത്തിൽ എന്നിൽ നടത്തേണ്ട ചികിത്സയാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട മാഷ്, വായനക്കാരെ അസ്വസ്ഥനാക്കിയ കഥാകാരൻ. ഇപ്പോൾ നെയ്യാറിന്റെ തീരത്ത് കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാതൃകയാവുകയാണ് രതീഷ് മാഷ്. തെങ്ങും കവുങ്ങും കപ്പയും വാഴയ്ക്കും പുറമെ 40ഓളം ഫലവൃക്ഷങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന ഭൂമിയായത്. അത് പണിക്ക് വന്നതാണ്. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഒരു കുഴിക്ക് 8 രൂപ വെച്ച് റബ്ബറിന്റെ കുഴി വെട്ടാൻ വന്ന ഭൂമിയാണ്. നെയ്യാറ് കെട്ടുന്ന സമയത്ത് വെള്ളം കയറി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആക്കിയ സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ പണി ചെയ്തതായതുകൊണ്ട് അത് വാങ്ങി കൃഷി ചെയ്യണമെന്നൊരാഗ്രഹം. സത്യത്തിൽ ഞങ്ങൾ ഡാമോ വനമോ അതിക്രമിച്ച് കയറിയ ആൾക്കാരല്ല. ഞങ്ങൾക്ക് ഇതിന് പട്ടയമില്ല. എപ്പോൾ സർക്കാർ ഇറങ്ങിപ്പോകാൻ പറയുന്നു എന്നല്ല അറിയില്ല. പക്ഷേ മരണം വരെ ഇവിടെ പിടിച്ചു നിൽക്കണം എന്നൊരു താല്പര്യമാണ്. എന്നെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നല്ലൊരു ബാല്യം എനിക്കില്ല, ഒരു കൗമാരം എനിക്കില്ല, എന്നെ സംബന്ധിച്ചില്ല. അപ്പം ഈ കുട്ടികളുടെ ഇടയിൽ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ വീണ്ടെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് പറയില്ല, ആരുമില്ലാന്ന് തോന്നുന്ന മനുഷ്യരെല്ലാം അധ്യാപകരാകണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്കൂളിലോട്ട് കയറിക്കെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഉണ്ട്. പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്, സഹോദരങ്ങളായ ടീച്ചർമാരുണ്ട്, അല്ലെങ്കിൽ സഹോദരിമാരായ ടീച്ചർമാരുണ്ട്. അങ്ങനെ ഒരു വലിയ കുടുംബം വേണമെന്നുള്ള ആഗ്രഹമുള്ള മനുഷ്യരെല്ലാം അധ്യാപകരാണെന്നാണ്. പോയ കാലത്ത് ഞാൻ അനുഭവിക്കാത്ത സന്തോഷങ്ങളെല്ലാം, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടാത്തതൊക്കെ കൊടുക്കാൻ പറ്റിയ മക്കളുണ്ട്. എനിക്ക് തരാൻ പറ്റാത്ത കെട്ടിപ്പിടുത്തങ്ങളെല്ലാം തരാനുള്ള ഭാര്യയുണ്ട്. അങ്ങനെ കുടുംബം വേറൊരു തലം, അതും ക്രിയേറ്റീവായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ്. പിന്നെ കൃഷി, പോയ കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ട കൃഷിയൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് തിരിച്ചു പിടിക്കാനുള്ള മറ്റൊരു സാധ്യത. ബാക്കി സമയത്ത് ഞാൻ കുത്തിയിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നിറയെ കഥകൾ വായിക്കുന്നുണ്ട്, നിറയെ എഴുതുന്നുണ്ട്, കുറേ മനുഷ്യരോട് എന്ത് ചെയ്യുന്നുണ്ട്, ചിരിക്കാനും സമയം കിട്ടുന്നുണ്ട്. ഇതാണ് എനിക്കിതെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിച്ചിരിക്കാൻ വല്ലാത്ത ആർത്തിയാണ്. വയലിൻ്റെ ഓമന സ്വപ്നങ്ങളൊക്കെയും
ഫലമായി കൊയ്യേണ്ട കാലമായി. കതിർമാല ചൂടുന്ന പാടത്തെ മുത്തുവാൻ കൊതിയാർന്ന കിന്നരി പ്രാവു പോലെ.